മലയാളത്തിൻ്റെ തന്നെ പ്രിയ നടിയാണ് ഭാവന. എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു നായിക തന്നെയാണ് ഭാവന. മലയാളികളുടെ എല്ലാവരുടെയും ഒരു പ്രിയ നായിക തന്നെയാണ്. മലയാള സിനിമയിൽ കമൽ സംവിധാനം ചെയ്ത പുതുമുഖങ്ങളെ മാത്രം വെച്ച് എടുത്തൊരു സിനിമയായിരുന്നു നമ്മൾ സിനിമയിൽ സിദ്ധാർത്ഥിൻ്റെയും ജിഷ്ണുവിൻ്റെയും രേണുക മേനോനും ഒപ്പമാണ് ഭാവനയും സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് ക്രോണിക് ബാച്ചിലർ എന്നിങ്ങനെ ഒട്ടനേകം സിനിമകൾ ഭാവന ചെയ്തു മലയാളികളുടെ ഇടയിലേക്കൊരു പ്രിയ നായികയായി എത്തുകയായിരുന്നു. എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു സുന്ദരിയായ ഒരു നായിക തന്നെയായിരുന്നു ഭാവന. ഒരുപാട് ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളും ഭാവന ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു നായിക തന്നെയാണ് ഭാവന എന്നതിൽ മാറ്റമില്ല. ഇപ്പോൾ ഇതാ മലയാളത്തിൽ തന്നെ ഭാവനയുടെ 90-ാം ചിത്രം എത്തുകയാണ്. 90-ാമത്തെ 89 വിജയ ചിത്രങ്ങൾക്ക് പിന്നിൽ അടുത്തതായി എത്തുന്നത് അനോമി എന്ന ചിത്രം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഭാവന വീണ്ടും സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. ജനുവരി 30-നാണ് ഭാവനയുടെ റീ എൻട്രി ആയിട്ടുള്ള അനോമി എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. ഇപ്പോൾ ഭാവന ഇതാ തൻ്റെ 90-ാമത്തെ ചിത്രത്തിൻ്റെ റീ എൻട്രിക്കായി ഭാവന ഒരുങ്ങുകയാണ്. ഭാവനയുടെ 90-ാമത്തെ ചിത്രം എന്ത് തന്നെയായാലും കാണാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. ഭാവനയുടെ റീ എൻട്രിക്കുള്ള ഒരു വരവേൽപ്പിനായി തയ്യാറെടുക്കുകയാണ് മലയാളികൾ. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടൊരു പ്രിയ നായിക കഥാപാത്രം തന്നെയാണ് ഭാവന. വളരെ വ്യത്യസ്തമായ കഥാപാത്രം തന്നെ ആയിരിക്കും റീ എൻട്രിയിലൂടെ ഭാവന എത്തുന്നതെന്ന് എല്ലാവർക്കും തന്നെ ഉറപ്പ്. ഒരുപാട് വ്യത്യസ്തമായ ചിത്രങ്ങൾ തന്നെയാണ് ഭാവന മലയാളികൾക്കായി സമ്മാനിച്ചിട്ടുള്ളത്. എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടമാണ് ഭാവന ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും. വളരെയധികം രഹസ്യങ്ങളൊക്കെ ചുരുളഴിയുന്ന ഒരു സിനിമയാണ് എന്നാണ് എല്ലാവരുടെയും ഒരു വിശ്വാസം. ഒരു ബോൾഡായിട്ടുള്ള ക്യാരക്ടറായിരിക്കും ഭാവന ചെയ്യുന്നത് എന്നാണ് എല്ലാവർക്കും ഈ ട്രെയിലർ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നത്. സാറ ഫിലിപ്പ് എന്ന പേരിലാണ് ഈ സിനിമയുടെ ഭാവനയുടെ കഥാപാത്രം സാറ ഫിലിപ്പായാണ് ഭാവന മലയാളികളുടെ മുമ്പിലേക്ക് എത്തുന്നത്. എന്തു തന്നെയായാലും എല്ലാവർക്കും ഒരു പ്രിയ ചിത്രമായി തന്നെ ഇത് മാറും എന്നത് ഉറപ്പാണ്. ഭാവനയുടെ അനോമി എന്ന ചിത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ എല്ലാവരും ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിനിറ്റുകൾ കൊണ്ടാണ് ഭാവനയുടെ റീ എൻട്രി ചിത്രത്തിൻ്റെ ട്രെയിലർ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ചിത്രത്തിൻ്റെ ഉള്ളിലെ കഥ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. എന്തായാലും വിജയകരമായൊരു ചിത്രം തന്നെ ആയിരിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. എല്ലാവരുടെയും ഏറ്റവും ഒരു പ്രിയ സിനിമയായി തന്നെ മാറും. സാറ ഫിലിപ്പായി ഭാവനയുടെ കഥാപാത്രവും ഒക്കെ ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ. ഒരു ബ്രേക്കിന് ശേഷമാണ് ഭാവന വീണ്ടും രംഗത്തേക്ക് എത്തുന്നു എന്നും അതും ഒരു പ്രത്യേക തരമായൊരു കാര്യം തന്നെയാണ്. എന്ത് തന്നെയായാലും ഭാവനയുടെ പുതിയ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ.